നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനും CMRലും എതിരായ SFIO അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ എന്നാണ് റിപ്പോർട്ട്. എക്സാലോജിക്കിൽ നിന്നും CMRലിൽ നിന്നും KSIDCയിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും. 3 കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കും. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഏറ്റെടുക്കുന്നത്. എക്സാലോജിക്കും CMRലിനും പുറമെ KSIDCയും റഡാറിലാണ്. എക്സാലോജിക്കുമായുള്ള ഇടപാടിന് പുറമെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ CMRലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിൽ എല്ലാം അന്വേഷണവും ഉണ്ടാകുമെന്നാണ് സൂചന. CMRൽ ആർക്കൊക്കെ പണം, എന്തിനൊക്കെ പണം നൽകി എന്നത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരാവശ്യം. കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ SFIOയ്ക്ക് ഈ ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയെന്നാണ് ശ്രദ്ധേയം. കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാർക്സിസ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദാണ് ഈ കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ. ചെന്നൈ റീജിയണൽ ഓഫീസ് തലവൻ എന്ന നിലയിലാണ് അരുൺ പ്രസാദ് അന്വേഷണ ഉദ്യോഗസ്ഥനായത് എന്നാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഗുരുതരമായ ക്രമക്കേടുകൾ എന്നതിന് അപ്പുറം കേസിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് 6 ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടത് എന്ന് വ്യക്തം. ഇതിൽ ആരെയും ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. അതാണ് ഇവരെ അലട്ടുന്ന ഘടകം. കാർത്തി ചിദംബരത്തിന്റെയും പിതാവ് P. ചിദംബരത്തിന്റെയും ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇതേ അവസ്ഥയിലേക്ക് വീണ വിജയനും പിണറായി വിജയനും തള്ളി നീക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോൾ സപ്പോർട്ടിനെത്തുന്ന MV ഗോവിന്ദനും EP ജയരാജനും ഒഴികെയുള്ള മറ്റെല്ലാവർക്കും നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമായി. പ്രധാനമായും റിയാസിനടക്കമുള്ളവർക്കും ബോധ്യമായി. വീണയുടെ ഇപ്പോഴുള്ള വീട് മന്ത്രിമന്ദിരം കൂടിയാണ്. അവിടേക്ക് അന്വേഷണ സംഘം എത്തിയാൽ മന്ത്രിയുടെ കാര്യത്തിലും തീരുമാനമായി. അതുകൊണ്ട് തന്നെ ഒരു മുഴം മുന്നേ എറിഞ്ഞ മുഖ്യമന്ത്രി എന്തെങ്കിലും തടയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിഫലമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. 6 ഉദ്യോഗസ്ഥന്മാരെ ആർക്കും തന്നെ സ്വാധീനിക്കുവാനോ ഒരു പൈസയ്ക്ക് മുന്നിൽ അവർ കീഴടങ്ങുകയോ ചെയ്യുകയില്ല എന്നതും വ്യക്തം. ചെന്നൈ കേന്ദ്ര തലവൻ കൂടിയാണ് ഈ 6 അംഗ സംഘത്തിലെ തലവൻ. ചിദംബരത്തിന്റെ ഗതികേട് നാളെ പിണറായിക്ക് വരുമോ എന്ന് കണ്ടറിയാം.